ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മലയാളം സംസാരിക്കാൻ അറിയേണ്ട തെലുങ്ക് കറക്റ്റായിട്ട് സംസാരിക്കണം മലയാളികളെ കുറിച്ചാണ്. പടം തുടങ്ങുന്നത് പടത്തിന്റെ കഥ പറയുന്ന രണ്ട് കലാകാരന്മാരെ കാട്ടിയിട്ടാണ്. മനസ്സിലായി. വേറെ പണിയൊന്നുമില്ലാത്തവനെ കണ്ട ഫ്ലാഷ് ബാക്ക് പറയാന്ന് കരുതിയല്ലേ? അങ്ങനെയല്ലേ? എന്നാ അതിന് എന്നെ കിട്ടില്ല, വേറെ ആളെ നോക്കിക്കോ. പിന്നെ ഇവർ രണ്ടുപേരും ടീച്ചർമാരാണ്. ഇവരെ ആൻസർ ഷീറ്റ് ചെക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെക്കൻ എന്നെ പാസ്സാക്കിയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് ചാവാൻ പോകുന്നു പറഞ്ഞ ആൻസർ പേപ്പറിൽ എഴുതി വെക്കും. വിശ്വസിക്കാവോടോ? ഇതുപോലെ എത്ര എണ്ണം വന്നിട്ടുള്ളത്? പിന്നെ ആ പേപ്പറിൽ ഇവന്റെ ഫ്ലാഷ് ബാക്ക് എഴുതിയിട്ടുണ്ടാവും. ഇവര് എന്നിട്ട് അത് വായിക്കും. ഇല്ലെങ്കിൽ സിനിമ മുന്നോട്ട് പോവില്ലല്ലോ. ഇവനാണ് ഈ സിനിമയിലെ നായകൻ. ഇവനൊരു ലോ ബഡ്ജറ്റ് അർജുൻ റെഡ്ഡിയാണ്. ഫുൾ ടൈം വെള്ളടിയാണ്. ഇവന്റെ തന്ത ഭയങ്കര റിച്ച് ആണ്. അതുകൊണ്ട് ഇവൻ എക്സാം ഏതാണ്ട് വെള്ളടിച്ച് കിണ്ടിയായിട്ട് നടക്കുന്നതാണ് ഇവരുടെ പരിപാടി. നീ തോറ്റ പരീക്ഷയുടെ എണ്ണ എടുത്താല് ഇന്നാട്ടി കിടന്ന മൊത്തം തക്കാളിയേക്കാൾ കൂടുതൽ വരും. എന്നിട്ട് ഇവന്റെ തന്ത അവനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇവനും കൂട്ടുകാരനും കേരളത്തിലേക്ക് പഠിക്കാനായിട്ട് അയക്കും. ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ സകല മാരണങ്ങളും ആദ്യമായി വന്നു കയറുന്നത് ഈ കരയിലേക്കാണല്ലോ. എന്നിട്ട് ഇവൻ കൊച്ചിയിലെത്തും. എന്നിട്ട് ഇവന്റെ അങ്കിളിനെ ചെന്ന് കാണും. അങ്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കോഴിയാണ്. വെറുതെ ഓരോ പെണ്ണുങ്ങളുടെ മേത്ത് തൊടുന്നതാണ് മൂപ്പരുടെ ഹോബി. അങ്കിള് പിന്നെ ഇവന്മാര് കൂട്ടുകാരനൊക്കെ കൂട്ടിയിട്ട് ബാറിക്ക് പോവും. പിന്നെ കേരളമുള്ളൂ കാരണം ബാറിൽ ഏട്ടന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അതേപോലെ ഇക്കയുടെ ഫോട്ടോയും ഉണ്ട്. പിന്നെ ഇവൻ ബാറി വെച്ചിട്ട് കേരളത്തിൽ വന്നിട്ട് തല്ലുണ്ടാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ വെറുതെ അവിടെയുള്ള ആൾക്കാരെ തല്ലും. നമുക്ക് സമാധാനമായിട്ട് ഇയാൾക്ക് മിണ്ടാനും പറ്റില്ല, മിണ്ടാതിരിക്കാനും പറ്റില്ല. അടിയോടടിയാണ്. എന്താണ് ഇങ്ങനെ ജീവികള്? പിന്നെ ഇവൻ വെള്ളടിച്ച് പറ്റായിട്ട് റോട്ടിൽ കിടക്കും. അപ്പൊ പള്ളിയിൽ ഒരു പ്രദർശനത്തിന് വന്ന പെണ്ണിന്റെ സാരി ഒന്ന് ലൂസാവും. അത് ശരിയാക്കാനായിട്ട് അങ്ങോട്ട് മാറുമ്പോ ഇവനെ കാണും. എന്നിട്ട് ഈ മലയാളിയായിട്ടുള്ള പെണ്ണ് ഒരു അച്ചടി ഭാഷയിൽ സംസാരിക്കും. മനസ്സിലായ? നീ ആരാണെന്നാണ് അവളിപ്പോ പറഞ്ഞേ. ഇവൾക്ക് മലയാളം പറയാനായിട്ട് ഇത്തിരി പ്രയാസം ഉണ്ടെങ്കിലും തെലുങ്ക് നന്നായിട്ട് പറയൂണ്ടാ. പിന്നെ വാള് വെക്കാനായിട്ട് പോണ സമയത്ത് ഇവള് കിസ് ചെയ്യും. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. പിന്നെ അവൾ അവനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവും. എന്നിട്ട് അവിടെ വെച്ചിട്ട് അവൻ അവളെ സ്കാൻ ചെയ്യും. എടാ ചാവാൻ കിടക്കുമ്പോഴെങ്കിലും ഒന്ന് കോഴിത്തരം കുറയ്ക്കടാ. അന്നേരം ഇങ്ങോട്ടൊരു നോട്ടവും വാച്ചിങ് ഒക്കെ ഉണ്ട്. പഴയ കോഴിയാ. മനസ്സിലായി. 7 മൈൽ ദൂരം എന്നാ അറിയാൻ നാറ്റം. നല്ല വെള്ളമായിരുന്നല്ലേ? ദാഹിക്കും. ഇന്നലെ ടാങ്കർ ലോറിയിൽ ഡീസൽ അടിക്കുന്നമാര് വലിച്ചു കയറ്റുമ്പോ ആലോചിക്കണമായിരുന്നു രാവിലെ ദാഹവും പരവേശമൊക്കെ ഉണ്ടാവുന്നു. പിന്നെ ഇവള് കൊച്ചിയിലുള്ള കോളേജിലേക്ക് പോവും. എന്നിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ തെലുങ്കാണ് സംസാരിക്കണേ, കൊച്ചിക്കാരൊക്കെ. ఏంటి నీకు కూడా బాయ్ ఫ్రెండ్ ఉంటే బాగుండు అనిపిస్తుందా? ఈడు మన క్లాసేనా? എന്തിന്? അത് തന്നെയാണ് ഞാനും ആലോചിക്കണതേ. കാരണം ഇതൊരു പേട്ടപ്പടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഈ സെയിം കോളേജിൽ തന്നെയാണ് മറ്റവരും പഠിക്കണത്. എന്നിട്ട് അവൻ അവളുടെ പിന്നാലെ ഇങ്ങനെ കോഴിത്തരം കാട്ടിയിട്ട് നടക്കും. പടച്ചന്റെ ഓരോ കളികളെ അല്ലേ. ഞാനും നീ ഒരേ സ്ഥലത്ത് വരൂലല്ലോ അല്ലേ? പറയാതെ പള്ളിയിൽ വെച്ചൻ കരയിൽ കേറി ഒളിച്ചവളെ, പതിവായി പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ. പിന്നെ ഒരു ചായ കുടിക്കാനായിട്ട് പോണ സമയത്ത് ഒരു 15 മിനിറ്റ് എന്ന് വെയിറ്റർ പറയും. എന്നിട്ട് അവള് ടൈമർ വെക്കും. എന്നിട്ട് 10 സെക്കൻഡ് ലേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ആ ചായ കളയും. അപ്പൊ അഭിനയല്ലേ, ശരിക്കും പട്ടാണല്ലേ. പിന്നെ ഇവൻ വീട്ടിൽ പോയിട്ട് ഇവന്റെ അങ്കിളിനോട് എനിക്ക് ഒരാളെ ക്രഷ് തോന്നി എന്നുള്ള കാര്യം പറയും. അപ്പൊ അങ്കിള് എനിക്ക് പണ്ട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് പറയും. ഇങ്ങനെ പണ്ട് റോട്ടിൽ കൂടെ ടോയ്ലറ്റ് കഴുകണ ബ്രഷിന്റെ പോലത്തെ വിഗും വെച്ച് ഇങ്ങനെ ഫ്രീക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ഹിപ്പുമ്മ കയറി പിടിക്കുമ്പോ ഇങ്ങേർക്ക് ക്രഷ് അടിക്കും. എന്നിട്ട് ഇങ്ങേര് ആ പെണ്ണിന്റെ മുഖം കണ്ടില്ല. അതുകൊണ്ട് ഇങ്ങേര് നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളിലും ഹിപ്പുമ്മ കയറി പിടിക്കും. ആ പെണ്ണാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിഞ്ഞിട്ടും. വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ. പിന്നെ ഇവന്റെ കോളേജിൽ എക്സാം ആവും. എന്നിട്ട് ഇവൻ അവളുടെ നോക്കിയിട്ട് കോപ്പി അടിക്കും. എന്നിട്ട് റിസൾട്ട് വരുമ്പോ അവൻ പൊട്ടും. ഒരു അക്കിടി പറ്റി. എന്റെ മുന്നിലിരിക്കുന്നവനെ നോക്കി ഞാൻ എഴുതി, എന്റെ നോക്കി എന്റെ പുറകിരിക്കുന്നവനെ എഴുതി. ഞാൻ നോക്കി എഴുതിയവനും എന്റെ നോക്കി എഴുതിയവനും ഫസ്റ്റ് ക്ലാസ് കിട്ടി. ഞാൻ പൊട്ടി. അതെന്താ? അത് ഇവന്റെ മുമ്പിലിരുന്ന ആളും പുറകിലിരുന്ന ആളും ഫിസിക്സ്, ഇവൻ കെമിസ്ട്രി. പിന്നെ ഇവരുടെ കോളേജിൽ ഓണം സെലിബ്രേഷൻ ആവും. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹൃദയപൂർവ്വം നേരുന്നു.
ഓണാശംസകൾ. പിന്നെ ഇവരുടെ കോളേജിലെ എല്ലാ മലയാളികളും ഓണം സെലിബ്രേഷന് തെലുങ്ക് പാട്ട് പാടിയിട്ട് അങ്ങ് എൻജോയ് ചെയ്യും. പിന്നെ ആ സെലിബ്രേഷന്റെ ഇടയിൽ മറ്റവളെ ഒരുത്തൻ കയറി പിടിക്കും. എന്നിട്ട് ഈ കാര്യം അറിഞ്ഞിട്ട് അവൻ അങ്ങോട്ട് വന്നിട്ട് അവളുടെ കൂട്ടുകാരിനെ തല്ലും. ഒരു കാര്യമില്ലാണ്ട് നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന്. പിന്നെ അവൻ മറ്റവന്മാരുടെ അടുത്ത് പോയിട്ട് പ്രതികാരം ചെയ്യാൻ പോവും. എന്നിട്ട് തല്ലുകൊണ്ട് ചമ്മന്തിയാവും. നക്ഷത്രദീപങ്ങൾ തിളങ്ങി. പിന്നെ അവൻ വെള്ളടിച്ച് പവറേഷായിട്ട് അവന്മാരെയൊക്കെ ഇടിച്ചു കൂട്ടും. എനിക്ക് വിഷം ഉള്ളിൽ ചെന്നാലേ പിന്നെ കണ്ണ് കാണില്ല, അടി പടപടപടാ നടക്കും. പിന്നെ ഇവര് രണ്ടുപേരങ്ങ് സെറ്റാവും. പിന്നെ രാത്രി ഇവള് വിളിച്ചിട്ട് നാളെ 11 മണിക്ക് നമുക്ക് ചായ കുടിക്കാൻ പോവാന്ന് പറയും. എന്നിട്ട് 11 മണിയായിട്ടും അവനെ കാണാണ്ടാവുമ്പോ അവൾക്ക് ദേഷ്യം കയറിയിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് ഫിനോയിൽ കുടിക്കും. ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ? മുമ്പ് എനിക്ക് അങ്ങനെ സംശയം ഉണ്ട്, ഇപ്പൊ ഉറപ്പായി. പിന്നെ ഇവള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. എന്നിട്ട് അവൻ അവിടെ പോയി നോക്കണ സമയത്ത് ഡോക്ടർ ഇവൾക്ക് ഭ്രാന്താണെന്ന് പറയും. എന്നിട്ട് അവൻ നൈസായിട്ട് അവളെ അങ്ങ് ഒഴിവാക്കാനായിട്ട് നോക്കും. കഷ്ടപ്പെടാതെ ലൈൻ കിട്ടില്ല മോളെ. എന്നിട്ട് ബ്രേക്കപ്പ് പറഞ്ഞത് കേട്ടിട്ട് ദേഷ്യം കയറിയിട്ട് വിളിച്ച് ആവാനായിട്ട് പോവും. എന്നിട്ട് ഇവൻ ചുമ്മാ പറഞ്ഞാണെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും. സമാധാനമായല്ലോ, അനുഭവിച്ചു. ഇവളുടെ അസുഖം എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞ് പ്രോമിസ് ചെയ്തിട്ട് ചെയ്തില്ലെങ്കിൽ ഇവള് ചാവാൻ പോവും. ഇതിന് സൈക്കാട്രിയിൽ എന്തോന്ന് പറയും, അത് ഞാൻ മറന്നുപോയി, നാളെ പറഞ്ഞുതരാം. ഇവൻ എന്നിട്ട് പരീക്ഷയ്ക്ക് പാസ്സാവാന്ന് അവളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവൻ സാറിനോടൊന്ന് പോയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കാനായിട്ട് പറയും. സാറ് പോയി പണി നോക്കാൻ പറയും. അതും കയ്യിന്ന് പോയി. ഇതേപോലെ വെള്ളടി നിർത്തിയെന്ന് അവളോട് പ്രോമിസ് ചെയ്യും. എന്നിട്ട് കസിൻ വരുമ്പോ ബാറി പോണ സമയത്ത് അവനെ വിളിക്കുമ്പോ അവൻ വീഡിയോ കോൾ ചെയ്തിട്ട് അവൻ വെള്ളടിക്കുന്ന കാട്ടി കൊടുക്കും. എന്നിട്ട് ഇവള് നെരമ്പ് മുറിച്ച് ചാവാനായിട്ട് പോവും. പക്ഷെ ചാവില്ല. പിന്നെ അവളും കൂടിയിട്ട് ബാറിക്ക് പോവും. അവിടെ വെച്ചിട്ട് അവന്റെ കൂട്ടുകാരിയോട് സംസാരിക്കുമ്പോ അവൾക്ക് ഈഗോ അടിക്കും. എന്നിട്ട് ഇവള് മോളിന്ന് ചാടും. എന്നിട്ട് ഇവന്മാര് മുണ്ടൂരിയിട്ട് അത് നിവർത്തിയിട്ട് അവളെ രക്ഷിക്കും. എന്തോന്നടേ കാണിക്കണേ? എന്തിനാ കത്തിയെടുക്കുന്നേ? ഇങ്ങനെ ആർത്തടുത്ത് കൊല്ലുന്നതിന് പകരം ഒറ്റ കുത്തിന് ചാവാൻ. ഞാൻ കുറച്ച് ഓവറായില്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇവന് ബുദ്ധി കൂടിയ കാരണം വീട്ടുകാരോട് പറഞ്ഞിട്ട് എൻഗേജ്മെന്റ് നടത്തും. എടാ തന്തക്കാവടിക്ക് പ്രാന്ത, മോൾക്ക് അതിനേക്കാൾ വലിയ പ്രാന്ത. അതിന്റെ ഇടയിൽ കൊണ്ട് സ്വന്തം ലൈഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ പോകുന്ന നിനക്ക് മുഴുത്ത പ്രാന്ത. പിന്നെ ആ പരിപാടിയുടെ ഇടയിൽ ഇവന്റെ അങ്കള് ഓരോ പെണ്ണുങ്ങളെയും ടച്ച് ചെയ്തോണ്ടിരിക്കും. ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. പിന്നെ ഇവളുടെ ഈ സൈക്കോത്തരൊക്കെ കണ്ടിട്ട് ഇവൻ ഇതിലും ഭേദം ട്രെയിന് തല വെക്കുന്നതാന്ന് പറഞ്ഞിട്ട് ഇവൻ നൈസായിട്ട് അവിടുന്ന് മുങ്ങും. പിന്നെ കുറെ ദിവസം അവള് കിളി പോയ പോലെ ഇരിക്കും. ഡിപ്രഷൻ. പിന്നെ ഒരു ദിവസം അവള് കോളേജിൽ പോണ സമയത്ത് അവനെ കാണും. പിന്നെ ഈ 2 അപരാധങ്ങൾ അങ്ങ് ഒന്നിക്കും. അങ്ങനെ പടം കഴിഞ്ഞു. സാധാരണ നോർത്ത് ഇന്ത്യക്കാരാണ് ഇമാതിരി പരിപാടി കാണിക്കാറ്. പൂവന്മാരും തുടങ്ങി.